പുതിയ ലിങ്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചെയ്തൊരു നവമാ ഹൃദയംഗമമാ വിശ്വാസമുടെ ദാസൻ ചെയ്യും കർത്താവേ, അഭാവത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു. കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിലും ആർക്കുണ്ടാകും. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കം നിന്നാണ്. ഞാൻ ശരണപ്പെടുന്നു. പ്രതീക്ഷയുടെ വാഗ്ദാനത്തിലാകുന്നു. കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ, ഞാൻ കാത്തിരിക്കുന്നു. കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ ഭക്തനാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, അഗാധത്തിൽ നിന്നും ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആശ്രയുയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലത്തുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ നീ മഹിമയോടെ കൂടെ ഏൽപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സകലത്തിന്റെയും നാഥനും ദൈവമായ മിശിഹായി, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവസന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഖലയെ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതികൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരാക്കി പറഞ്ഞുയർക്കുകയും ദുഷ്ടജനങ്ങൾ ബഹുമാന്മാരിൽ വർദ്ധിക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷാകരമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ നിന്ന് സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ ജോൺസണിനെ സ്വീകരിക്കണം. ഞങ്ങളിൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. സഹോദരരെ, മരണം മൂലം അല്ലെങ്കിൽ നിന്ന് വേറെ പിരിഞ്ഞു പോയ ജോർജിലേക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം സൃഷ്ടികൾക്ക് നൽകിയിട്ടുള്ള പുതിയ നിയമത്തിന് വിധേയനായി നമ്മിൽ നിന്ന് കടന്നു പോകുന്ന ഈ കുടുംബനാഥനെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം.
കുടുംബനാഥൻ്റെ വേർപാടിൽ ദുഃഖിതരായി കഴിയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും സഞ്ജാച്ചനെയും അതുപോലെ മറ്റ് സഹോദരങ്ങളെയും അമ്മ ചെയ്യാതിരിക്കുകയാണ് അമ്മയെയും എല്ലാ ബന്ധുമിത്രാദികളെയും ആശ്വസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമെന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയ കാരുണ്യത്തിൽ ആശ്രയിച്ച് ജീവിതകാലത്ത് വന്നുകൊണ്ട് എല്ലാ തെറ്റുകുറ്റങ്ങൾക്ക് മോചനം നൽകി ഇങ്ങനെ ദൈവരാജ്യത്തിലേക്ക് സ്വീകരിക്കണമേ എന്നും കർത്താവിൻ്റെ സന്നിധിയിൽ ഈ കുടുംബത്തിന് വേണ്ടി മധ്യസ്ഥം വഹിക്കുവാൻ യോഗ്യനാക്കണമേ എന്നും നമുക്ക് ഈ തിരുക്കർമ്മങ്ങളിൽ വിശ്വാസപൂർവ്വം പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. അനുദപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാന പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിൽ മാറണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തിയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങളെ ആരാധിക്കുകയും എൻ്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ തൃത്വത്തിൻ്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം. ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. അതിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അതു നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം. ആമേൻ. നൃപനാമിശിഹ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. കർത്താവ് വലിയവനും സുദീർഘനുമാകുന്നു. ആദ്യ പിതാവാമാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വസ്തനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പേകും.
നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും. മർത്യത പുണരുന്നു, ക്ഷയമുള്ളോനക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. ചിറകു വിടർത്തി അവരെ സ്വീകരിക്കുന്നു. അമ്പരവേദിയിൽ അഖിലേശൻ നിശികാരാജനെഴുന്നള്ളും. പരിശുദ്ധന്മാരണിയണിയായി എതിരേൽപ്പിന്നു നിരന്നീടും. ആനന്ദത്തിൻ മണിയറയിൽ ചിരമായി വാണിടും അവരെല്ലാം. സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 4:13 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. എൻ്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരോട് കൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 5 24 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങൾ. എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവൻ്റെ ഉറവിടമായ പിതാവ് തൻ്റെ പുത്രനെയും ജീവൻ്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. സഹോദരരെ, ബഹുമാനപ്പെട്ട ആന്റണി അച്ഛൻ നമുക്ക് അനുശോചന സന്ദേശം നൽകും. ജനിച്ചാൽ ഒരു ദിവസം മരിക്കണമെന്നുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമായി നമ്മിൽ നിന്നും വേർപിരിഞ്ഞു പോകുന്ന ജോൺസൺ അപ്പച്ചൻ്റെ ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മളിവിടെ ആയിരിക്കുകയാണ്. ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങളോടൊപ്പം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വൈദികരുടെയും CMI സന്യാസ സമൂഹത്തിൻ്റെയും പ്രത്യേകിച്ച് സെൻറ്റ് ജോൺസൺ ഇപ്പോൾ ആയിരിക്കുന്ന ജഗാവധൂലിയ മിഷൻ്റെയും അനുശോചനങ്ങൾ അറിയിക്കുകയാണ്. 2006 മുതൽ ഈ കുടുംബത്തെ പരിചയമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. സെൻറ്റ് ജോൺസണും ഞാനും ഒക്കെ ഒരുമിച്ച് സഭയിൽ ചേരുമ്പോൾ ഞങ്ങളുടെ ബാച്ചിൽ തന്നെ വളരെയധികം ആത്മീയതയോടുകൂടി കടന്നു വന്ന ഒരു അച്ഛനാണ് സെൻറ്റ് ജോൺസൺ. സെൻറ്റ് ജോൺസൻ്റെ വാക്കുകളിൽ അപ്പച്ചനെ കുറിച്ച് പറയുന്നത് പ്രകാരം
എൻ്റെ സന്യാസ ജീവിതത്തിൻ്റെ ബലമായിരുന്നു എൻ്റെ അപ്പൻ. ഇന്ന് ആ ബലം എനിക്ക് നഷ്ടപ്പെട്ടു എന്നാണ് ഇന്ന് സെൻറ്റ് ജോർജൻ രാവിലെ ഇങ്ങോട്ടുള്ള യാത്രയിൽ എന്നോട് പറഞ്ഞത്. പ്രിയപ്പെട്ട സെൻറ്റ് ജോർജ, ഈ അപ്പച്ചനിലൂടെ അച്ഛന് ലഭിച്ചിട്ടുള്ള മാതൃക ഞങ്ങൾ കണ്ടു മനസ്സിലാക്കിയതാണ്. ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാം ചോദിക്കുന്നതിന് മുമ്പേ കണ്ടറിയുന്ന നല്ല പിതാവിൻ്റെ ഒരു ഭാഗം ഭംഗിയായി കൈകാര്യം ചെയ്ത ഒരപ്പൻ, ഒരു മകൻ ഇന്ന് ഈ കുടുംബത്തോട് വിട പറയുകയാണ്. ബന്ധുമിത്രാദികൾ പറയുകയുണ്ടായി, ഒന്നിനും മടിയില്ലാതെ ഞങ്ങളാകുവാൻ സഹായിച്ച, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട മനുഷ്യൻ ഇന്ന് കടന്നു പോവുകയാണ്. ഒരു വിങ്ങലോടെയല്ലാതെ ആർക്കും ഈ ദിവസത്തെ ഓർക്കാനായിട്ട് സാധിക്കില്ല. എപ്പോഴും സത്യസന്ധതയ്ക്കും നീതിബോധത്തിനും അനുസരണത്തിനും മൂല്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്ത അപ്പച്ചൻ ബാച്ചുകാരായ വൈദികരൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ഏത് വൈദികർ വരുമ്പോഴും മക്കളെ എന്ന് വിളിച്ച് മാത്രം അഭിസംബോധന ചെയ്ത മനുഷ്യൻ. 35 വർഷം പ്രവാസ ജീവിതം നയിച്ച് തൻ്റെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട മനുഷ്യൻ ഇന്ന് കടന്നു പോവുകയാണ്. മരണമെന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ ഉൾക്കൊള്ളുന്നതിനോടൊപ്പം സ്വർഗത്തിൽ നമുക്കായി പുതിയൊരു മധ്യസ്ഥൻ കൂടി ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് ഈ ആത്മാവിനെ യാത്രയാക്കാം. നടുവിൽ പീഡിക കുടുംബങ്ങളോടുള്ള CMI സഭയുടെ നന്ദി പ്രവിശ്യാധിപൻ ആദ്യമേ സൂചിപ്പിച്ചതാണല്ലോ. CMI സഭയ്ക്ക് ഈ അപ്പച്ചനും അമ്മച്ചയും നൽകിയ വലിയ ദാനത്തിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇവരുടെ ബന്ധുമിത്രാദികൾക്ക് ഈ അപ്പച്ചനിലൂടെ അമ്മച്ചിയിലൂടെയും നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ഈ സമയം നന്ദി പറയുന്നു. ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ട ഉദാശകളെല്ലാം സ്വീകരിച്ച് കർത്താവിൻ്റെ സന്നദ്ധിയിലായിരിക്കുമ്പോൾ ഇനിയും ഒട്ടനവധി അനുഗ്രഹങ്ങൾ ഈ കുടുംബത്തിലേക്ക് ഈ അപ്പച്ചൻ വഴി ചൊരിയപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ വലതുവശത്ത് ഉപവിഷ്ടനാകുവാനുള്ള അനുഗ്രഹം ഈശോ ജീവിതകാലത്ത് ഈ അപ്പച്ചൻ ചെയ്ത പ്രവൃത്തികൾ മൂലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായി, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവത്താന വഴി മനുഷ്യർക്ക് പ്രതീക്ഷയും ശരണം പ്രദാനം ചെയ്ത മിശിഹായെ, വിശ്വസത്തിന്റെ മഹത്വ കൃപയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സർവ്വതാൽ അവകാശിക്കുകയും ചെയ്യുന്ന നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വയം കണ്ണീർ ചിന്തിയ മിശിഹായെ, കണ്ണീരുടെ കണ്ണീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും കുടുംബാംഗങ്ങളെയും ചർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
അനുഭവിക്കുകയും എൻ്റെ ദയാധിക ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. എൻ്റെ മഹനീയമായ തൃത്വത്തിൻ്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്ഥിതനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. മരണം ഒരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം ഒരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാനീ, എന്തിനു കരയുന്നു? വ്യാകുല മാനസനായി എന്തിനു നീറുന്നു? തിരമാലകളാൽ തിങ്ങിമറിഞ്ഞിളകും കടൽ പോലെ. ഭീകരമരണത്തിൻ കാലടിക്കൽ ഞാൻ പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ വൃദ്ധർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം അപ്പച്ചനെ പ്രവേശിക്കുമാറാകട്ടെ. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി. പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം നരനരുളിടാൻ കഴിവില്ലാത്തോരൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നും എന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്ര ഇതാ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. പ്രാർത്ഥിപ്പതിനായി പരിപാവനമാം ദേവിക ഭവനം പോകും നേരം സ്നേഹാർദ്രതയാൽ എൻ പ്രിയജനമേ അനുദിനമലിവോടോർക്കണമെന്നേ. ഭൂമിയിൽ ഞാൻ വിലപിക്കുന്നു. ആഡംബരവും പ്രൗഢിയുമെല്ലാം
പ്രകാശോന്മുഖമായി നിഷ്പ്രഭമാകും പോകുന്നു ഞാൻ ലയമില്ലാത്തോ ഉന്നത മുസ്ലിം പ്രാപിപ്പതിനായി. സഹോദരരെ, പുനഃസംസ്കാര ശുശ്രൂഷയുടെ വീട്ടിലെ പ്രാർത്ഥനയുടെ അവസാനിക്കുകയാണ്. നമ്മുടെ അവസാന ശരീരം വഹിച്ചുകൊണ്ട് പള്ളിയിലേക്കും ലേക്കുമുള്ള യാത്ര വാഹനങ്ങളിലാണ് കൊണ്ടുപോകുന്നത്. വാഹനമില്ലാത്തവര് ഉള്ള വാഹനങ്ങളിൽ അതിനുള്ള കൊണ്ടുപോകാം. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള ഈ ജോൺസിന് വേണ്ടിയുള്ള ഓർമ്മയുടെ ശുദ്ധ കുർബാനയും മറ്റു തിരുക്കർമ്മങ്ങളും 25-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 10:00 പ്രത്യേക സ്പെഷ്യൽ കുർബാനയോടുകൂടെ ആയിരിക്കും. ബന്ധുമിത്രാദികളെല്ലാം ദക്ഷിണമായി സ്വീകരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.